ഈ സിംല കരാറ് അവർ റദ്ദ് ചെയ്തപ്പം അതിന്റെ വലിയ തമ്പുരാനായിട്ടുള്ള കരാറാണ് താഷ്കന്റ്. അത് നമ്മളങ്ങ് വയലേറ്റ് ചെയ്തേക്കണം, യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ അവിടെ വെച്ച് കാര്യം തീർന്നില്ലേ? താഷ്കന്റ് വെച്ചല്ലേ നമ്മൾ മാക്സിമം ഏരിയ അവർക്ക് വിട്ടുകൊടുത്തത്. ഇന്ത്യൻ ആർമി വളരെ കഷ്ടപ്പെട്ട് 17 ദിവസം കൊണ്ട് 2/3 ഭാഗം പാകിസ്ഥാന്റെ പിടിച്ചടക്കിയതാണ്. അപ്പോഴാണ് കരഞ്ഞു പിടിച്ച് അവർ സെക്യൂരിറ്റി കൗൺസിലിൽ ചെന്നിട്ട് തൊഴുതു പിടിച്ച് അമേരിക്കയുടെ കാല് പിടിച്ച്, അന്ന് അമേരിക്കയുടെ വെറും ഒരു പപ്പറ്റ് രാജ്യമായിരുന്ന പാകിസ്ഥാൻ അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് വെച്ച് റഷ്യയെ മീഡിയേറ്റർ ആക്കിക്കൊണ്ട് താഷ്കന്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ചു വരുത്തി അവിടെ വെച്ച് ബൈഫോഴ്സ് ആണോ എങ്ങനെയോ ടാക്ടിക്കലി ഒപ്പിട്ട് പ്രധാനപ്പെട്ട ഏരിയ എല്ലാം അവർ കൈവശപ്പെടുത്തുകയും അതുപോലെ തന്നെ ഇന്ത്യൻ ആർമി കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയ അത്രയും ഭാഗത്ത് നിന്ന് തിരിച്ചു വരികയും ഈ ഭാഗങ്ങൾ തിരിച്ചു കൊടുക്കണമെന്ന് പറയുകയും ഒക്കെ ചെയ്ത് ആ ഒരു കണ്ടീഷൻ കൂടെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ POK ഇല്ല. POK ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ അതിർത്തി നമ്മളത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നോ റെസ്പെക്ട് ടു ഈച്ച് അതർ. അപ്പൊ പിന്നെ നമുക്ക് ആരാണ് എന്താണ്, മൈറ്റ് ഈസ് റൈറ്റ്, ഓക്കെ വരൂ, ദിസ് ഈസ് വാട്ട് ഓൺലി വിച്ച് ദേ റിക്വയർഡ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അവരുടെ സ്വയം കുഴി തോണ്ടി എന്ന് പറയുന്നത്. അവർ കുഴി തോണ്ടി, ദർ ഇസ് നോ ഡൗട്ട് ഇൻ ടു ഇറ്റ്. പക്ഷെ അവരുടെ ഈ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീർ എന്ന് പറയുന്നത് ആർമി ചീഫിന്റെ സിരയിലൂടെ മേളിലോട്ട് പോകുന്നതാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തലയിങ്ങ് വേണം. തലയുണ്ടെങ്കിലല്ല പിന്നെ കാശ്മീർ ഉണ്ടാവുള്ളൂ. ചെറുതായ 2-3 ആക്രമണങ്ങൾ, നുഴഞ്ഞുകയറ്റം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഭീകരവാദത്തിന്റെ അടിവേരിളക്കാൻ ഇപ്പോൾ സ്വീകരിക്കുന്ന ഈ നടപടികൾ മതിയോ? തീർച്ചയായിട്ടും ഇപ്പൊ ഐഡിയൽ ടൈമാണ്. പാകിസ്ഥാന്റെ പ്ലാൻ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആർമി ചീഫിന് അടുത്ത പ്രസിഡന്റ് ആകണം. അവിടെ ഇക്കണോമിക് ഇൻസ്റ്റബിലിറ്റി, സോഷ്യൽ ഇൻസ്റ്റബിലിറ്റി എല്ലാം നടക്കുവാണ്. ആ സമയത്ത് ആർമി ക്ലെയിം ചെയ്യുന്നു ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം. then he is going to become the president, there is no doubt into it. അതാണ് വരാൻ പോകുന്നത്. അതിന്റെ ഒരു സെറ്റപ്പാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം നോക്കണം, ജനറൽ മനേക്ഷ പറഞ്ഞിട്ടുണ്ട് എന്താണ്, നമ്മൾ ഈസ്റ്റിൽ ഫൈറ്റ് ചെയ്യണമെങ്കിൽ വെസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യണമെന്ന്. അതുപോലെ പാകിസ്ഥാന്റെ ഒരു ആഗ്രഹമാണ് വെസ്റ്റിൽ എന്തൊക്കെ, അതായത് പാകിസ്ഥാൻ ബോർഡറിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നതായാലും ബംഗ്ലാദേശിനെ കൊണ്ട് ഈസ്റ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിച്ചാൽ ആ സൈഡ് അവർ കവർ ചെയ്യേണ്ട. ഇന്ത്യൻ ആർമിക്ക് മൾട്ടി ആക്സിസ് അറ്റാക്ക് ചെയ്യേണ്ടി വരും. ഈസ്റ്റിൽ ഒരുപോലെ തരം സമയം, അതുപോലെ വെസ്റ്റിലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും. അത് അവരുടെ ഒരു പോളിസിയാണ്. പക്ഷെ ഈ സമയത്ത് ഈ ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത് ശത്രുവിന്റെ ശത്രു മിത്രം എന്നുള്ള രീതിയിൽ താലിബാനുമായിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. ഇപ്പം പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് താലിബാനാണ്. നമ്മൾ ഒന്നും ചെയ്യേണ്ട, ഒരു സൈഡ് അവർ തന്നെ അങ്ങ് തീർക്കും. പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് ബലൂചിസ്താനുണ്ട്, ബലൂചിസ്ഥാൻ, അവിടുത്തെ ആൾക്കാർ തന്നെ അവർക്കെതിരാണ്. ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ സിന്ധു നദിയുടെ വെള്ളം കുടിക്കുന്നില്ല, അവിടെ കുഴി തോണ്ടിയാൽ പോലും വെള്ളം കിട്ടാത്ത രീതിയിലുള്ള വെള്ളം കുടിച്ച് ആ പഴയ അഫ്ഗാനിസ്ഥാനേക്കാളും താഴേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒരു രാഷ്ട്രമായിട്ട് അത് മാറും എന്നുള്ള കാര്യം